നമ്മുടെ കേരള നിയമസഭാ ഇലക്ഷൻ നാളെ നടക്കാൻ പോവുകയാണ്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ കൊട്ടിക്കലാശം. ഇന്നലെ ഏപ്രിൽ 7-6 മണിയോടുകൂടി കൊട്ടിക്കലാശം എല്ലാം അവസാനിച്ചു. ഇന്നാണ് ഏപ്രിൽ 8 നിശബ്ദ പ്രചാരണമാണ്. ഇപ്പോൾ ഒരു 6:30 മണിയായി കാണും. നാളെ ഏപ്രിൽ 9-ാം തീയതിയാണ് ഇലക്ഷൻ. അപ്പോൾ അങ്ങയുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇന്ന് ഏപ്രിൽ 8 എല്ലാവരും തയ്യാറെടുപ്പിലോട്ട് നീങ്ങുന്ന സമയമാണ്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി വിശകലനം ചെയ്യുകയാണെങ്കിൽ എനിക്ക് പറയുവാനുള്ളത് എന്തെന്നാൽ, കമ്മ്യൂണിസവും ഹിന്ദുയിസവും കൂടി ഒരുമിച്ച് നിർത്തേണ്ട കാലഘട്ടം ഉണ്ടായിരിക്കും. രണ്ടും കേഡർ പാർട്ടിയിൽ അധിഷ്ഠിതമായ ഒരു സംവിധാനം. കമ്മ്യൂണിസത്തിനോട് ബി ജെ പിയിലും ബി ജെ പിയുടെ മുഖ്യ സംവിധാനവും ഒരു കേഡർ സംവിധാനം പോലെയാണ്. ഈ സാഹചര്യത്തിൽ എൻ ഡി എയുടെ ഘടകകക്ഷികൾ ഇനി മാറി മാറി വരുവാൻ വളരെ കാലമൊന്നും എടുക്കുന്നില്ല. ഇന്ന് കാണുന്ന ഘടകകക്ഷികളായിരിക്കണമെന്നില്ല നാളത്തെ ഘടകകക്ഷി. 2020-യും BDJS-ഉം എല്ലാം ഇടത്തോട്ട് തിരിയാനും വലത്തോട്ട് തിരിയാനും ഒക്കെ സാഹചര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഈ 2020 വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പാർട്ടിയാണെങ്കിലും അതിൽ ഈ ഇലക്ഷനോടനുബന്ധിച്ച് BJP മുന്നണിയിൽ വന്നതിന് ശേഷം അവർ FCRA ബില്ല് പോലുള്ളവ പ്രസിഡന്റിന്റെ പോക്കറ്റ് വീറ്റോ പോലെ ആക്കാൻ BJP സമ്മർദ്ദം ചെലുത്തിയത് എന്റെ നോട്ടത്തിൽ ഒട്ടും ശരിയല്ല. എന്തെന്നാൽ ഫോറിൻ മണിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവം ചെയ്യുന്ന, രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഉപദ്രവം ചെയ്യുന്ന ഒന്നാണ് ഫോറിൻ മണി. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ മണി സിസ്റ്റത്തിലെ സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ ഫോറിൻ മണിയുടെ സ്വാധീനമാണ്. നേരത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഒരു തലവേദനയായിട്ടുള്ള ഒരു സംഭവമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. കമ്പനിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബ്രിട്ടീഷ് പാർലമെന്റ് നിയമങ്ങൾ പാസാക്കി. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് അവതരിപ്പിക്കാൻ വരുമ്പോൾ ആ ബില്ലിനെ അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയ സംഘടന, 2020 പോലുള്ള ഒരു രാഷ്ട്രീയ സംഘടന ബില്ല് അവതരിപ്പിക്കരുത് എന്ന് പറഞ്ഞ് BJP-യിൽ സമ്മർദ്ദം ചെലുത്തിയത് എന്തായാലും നല്ലൊരു പ്രവണതയല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതിനേക്കാൾ ഉപദ്രവമാണ് ഇത്തരം ഒരു 2020-യുടെ നീക്കം. ഈ നീക്കം
കൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നാൽ ഒരു ന്യൂനപക്ഷം ഇവിടെ സാമ്പത്തികമായി വളരുവാനും ഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുമുള്ള ഒരു തയ്യാറെടുപ്പ് ഇന്ത്യയിലെന്നല്ല കേരളത്തിൽ എവിടെയും വളരെ വിദ്യാസമ്പന്നരാകുന്നവർ വളരെ കഷ്ടപ്പെട്ട് ഇവിടെ ഉദ്യോഗത്തിൽ കയറുകയും അവരെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ 55 വയസ്സിൽ പിരിച്ചുവിടുകയും ചെയ്യുമ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ ജനത്തിന് തൊഴിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി കയറിയവൻ 15 കൊല്ലം സർവീസ് ആകുമ്പോൾ അവന് 30 കൊല്ലം സർവീസ് ചെയ്യുന്നതിന് ഒരു പകുതി ശമ്പളമേ കിട്ടും. ആ പകുതി ശമ്പളത്തിൽ എത്തുമ്പോൾ അവനെ റിട്ടയർമെന്റ് പറഞ്ഞു വിടുന്നത് ഭൂഷണമല്ല. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചെയ്ത ഈ ക്രൂരതയ്ക്ക് ഈ തിരഞ്ഞെടുപ്പിൽ എന്തായാലും ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർ അതിന് കൊടുക്കുന്ന ശിക്ഷ നേരിടേണ്ടി വരുന്നതാണ്. അപ്പോൾ എന്തെന്നാൽ ഇവിടെ പഠിച്ച് റാങ്ക് വാങ്ങി PSC ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും കയറി നല്ലൊരു ഉദ്യോഗത്തിൽ കയറി 10 കൊല്ലം കഴിയുമ്പോൾ അവന് യഥാർത്ഥത്തിൽ ജോലി ചെയ്യുവാൻ പ്രാപ്തനായി വരുന്ന ആ കാലഘട്ടത്തിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ഒരു ജോലിയും ചെയ്യാത്തവര് ഒരു പഠനവും നടത്താതെ ഉഴപ്പി നടത്തുന്നവർക്ക് സർക്കാർ ഉദ്യോഗം കൊടുക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് റാങ്ക് വാങ്ങി പഠിക്കുന്നവരെ പരിഗണിക്കുന്നില്ല. കൂടാതെ ഇവിടെ ഉദ്യോഗത്തിൽ കയറി ഒരു ഗവൺമെന്റ് ഉദ്യോഗം കൈക്കൂലിയോ അഴിമതിയോ നടക്കാതെ സേവനം നടത്തുന്നവർ റിട്ടയർമെന്റോടുകൂടി അവന് കിട്ടിയിട്ടുള്ള 4-5 സെന്റ് വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അപ്പോൾ ഫോറിൻ കറൻസി ഇന്ത്യയിൽ കൊണ്ടുവരുന്നവർ ചെയ്യുന്നത് എന്താണ്? വസ്തു വാങ്ങി കൂട്ടുകയും അതുപോലുള്ള മറ്റ് ആദായകരമായ സംവിധാനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുമ്പോൾ ഇവനത് നോക്കിക്കൊണ്ട് നിൽക്കാനേ പറ്റും. വസ്തു വാങ്ങി കൂട്ടിയവൻ ഇട്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ആലുകൂലിക്ക് വലിയ ആലുകൾ വളർന്നു നിൽക്കുന്ന കേരളത്തിൽ സർവ്വസാധാരണ. എത്രയെങ്കിലും ഉദാഹരണങ്ങൾ എനിക്ക് തന്നെ എടുത്തു കാണിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഒരു 5-10 സെന്റ് കിട്ടിയാൽ കൃഷി ചെയ്യാമെന്ന് മനസ്സിൽ കരുതുന്നവൻ ആ ആഗ്രഹവും മനസ്സിലേറിക്കൊണ്ട് മരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ഈ കേരളത്തിൽ ഇന്ന് അനുഭവിക്കുന്നത്. അത് സർക്കാർ ഉദ്യോഗസ്ഥനായാൽ അവരുടെ വസ്തു കൂടി വിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ആയതിനാൽ FCRIയെ ഒരു പോക്കറ്റ് വീറ്റോയിലൂടെ 2020 തടഞ്ഞു വെച്ചത് ഒരു ഇന്ത്യൻ എക്കോണമിയിലെ ഒരു കാതലായ സംഭവത്തെ അവർ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ആ കാതലിന് കേടുവരുത്തുന്ന 2020യുടെ ഈ പ്രവണതയോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ ഈ സൂര്യോദയത്തിൽ ഇന്നത്തെ എൻ്റെ ചെറു പ്രസംഗം നിർത്തുകയാണ്.